ഒന്നാം പ്രതി വൈക്കം വെള്ളൂർ സ്വദേശി അജീഷ് ബി മാർക്കോസും രണ്ടാം പ്രതിയും ഇയാളുടെ ഭാര്യയുമായ കൃഷ്ണയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 17 വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത്. ഈ സമയത്ത് കേരള ബാങ്കിന്റെ തലയോലപ്പറമ്പ് ശാഖയിൽ 5 തവണകളായി സ്വർണം പൂശിയ മുക്കുവണ്ടം പണയം വെച്ച് 9 ലക്ഷം രൂപയോളം കൈക്കലാക്കി. വൈക്കം ഏരിയ മാനേജർ ഡിസംബർ 30 നടത്തിയ പരിശോധനയിലാണ് പണയം വെച്ചിരുന്ന സ്വർണം വ്യാജമാണ് എന്ന് കണ്ടെത്തിയത്. തുടർന്ന് കോട്ടയം ഹെഡ് ഓഫീസിലെ നിർദ്ദേശപ്രകാരം പുതുതായി ചാർജെടുത്ത ബ്രാഞ്ച് മാനേജർ ചൊവ്വാഴ്ച തലയോലപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സഹകരണ ബാങ്കിൽ സ്വർണ്ണപ്പണയം സ്വീകരിക്കുന്നത് മാനേജറാണ്. ആ പണയ ഉരുപ്പടികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് ക്യാഷ്യറാണ്. സ്വർണ്ണപ്പണയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ടായിരിക്കെ ഈ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ പേർ കുടുങ്ങും എന്നാണ് കരുതുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.